വചനദീപം. നാം കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഒരു പേരാണ് സൃഷ്ടാവ്. നാം കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, നാം കാണാത്ത കാര്യങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ സമയത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഇത് സമയത്തിൽ ജീവിക്കുന്ന, സമയത്തിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നടന്ന എല്ലാ സംഭവങ്ങളും, ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളും സമയക്രമമനുസരിച്ചേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാൽ സമയത്തിന് അതീതനായ ദൈവം, അഥവാ സമയത്തെ സൃഷ്ടിച്ച ദൈവം, തനിക്ക് സമയത്തിനതീതമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സമയമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം നാം ജനിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള അറിവ്, ഇതൊന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെയും, പ്രത്യേകിച്ച് ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, അതായത് നമ്മൾ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ കാര്യം നാം കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അതുമാത്രമല്ല, ദൈവം നമ്മെ ദത്തെടുത്തു എന്ന് എഫേസ്യർ 1:5 കാണുന്നു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ അതിനുശേഷം പൗലോസ് പറയുന്നു, ദൈവം നമ്മെ ദത്തെടുത്തു. യേശുക്രിസ്തു മുഖാന്തരമാണ് താൻ നമ്മെ ദത്തെടുത്തത് എന്ന് പറഞ്ഞാൽ, നമ്മെ ദത്തെടുക്കുവാൻ ഒരു വില കൊടുക്കേണ്ടി വന്നു. പൗലോസ് ഇത് എഴുതുമ്പോൾ അടിമക്കച്ചവടം നിലവിലുണ്ട്. അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും. അടിമകളായ കുട്ടികൾക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ ഒരാളെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അടിമയായിട്ട് വാങ്ങുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഒരു അടിമയെ വാങ്ങുകയാണെങ്കിൽ അതിന് വില കൊടുക്കണം. ഒരാളെ ദത്തെടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്തെല്ലാം കടം വരുത്തി വച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ദത്തെടുക്കുന്നയാൾ ഏറ്റെടുക്കുകയാണ്. ആ വ്യക്തിക്ക് എന്തെല്ലാം സാമ്പത്തിക പരാധീനതകളുണ്ടോ അതെല്ലാം ദത്തെടുക്കുന്നയാൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദത്തെടുക്കുന്നതിന് ഒരു വില കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മെ ദത്തെടുക്കുവാനായി കർത്താവായ യേശുക്രിസ്തു വലിയൊരു വില കൊടുത്തു. തൻ്റെ ജീവൻ തന്നെ നമ്മെ ദത്തെടുക്കുവാൻ വേണ്ടി താൻ കൊടുത്തു. ഇനി ഈ ദത്തെടുക്കുക എന്ന കാര്യം പൗലോസ് ഇതെഴുതിയ സമയത്ത് നടപ്പിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. റോമൻ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കുവാൻ സാധിക്കും. പക്ഷേ അതിന് ചില നിബന്ധനകളും നിയമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. റോമൻ നിയമം അനുസരിച്ച് ഒരു ആൾക്ക് തൻ്റെ സ്വന്തം മകനെ ഉപേക്ഷിക്കാം, ഡിസോൺ ചെയ്യാം. ഇവൻ എൻ്റെ മകനല്ല, ഇവൾ എൻ്റെ മകളല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാം. ചില കാലത്ത് അപ്പന് മക്കളെ കൊല്ലുവാൻ പോലുമുള്ള അധികാരമുണ്ടായിരുന്നു. ആരും ചോദിക്കുകയില്ല. അപ്പൻ്റെ പ്രോപ്പർട്ടിയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന മക്കൾ. അവരെ ഉപേക്ഷിക്കാനോ കൊന്നുകളയാനോ ശിക്ഷിക്കാനോ ഒക്കെ അപ്പന് അധികാരമുണ്ട്. എന്നാൽ ഒരാൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഈ ദത്തെടുക്കുന്ന കുട്ടിയെ പിന്നീട് ഒരിക്കലും അയാൾക്ക് ഡിസോൺ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ദത്തെടുത്തു, ഇനി എനിക്ക് അവനെ വേണ്ട, അതൊരു മിസ്റ്റേക്കായിരുന്നു, എനിക്ക് അവനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ ദത്തെടുക്കുന്ന അപ്പന് സാധിക്കില്ല. അപ്പോൾ ദത്തെടുത്ത ഒരു കുട്ടി സ്വാഭാവികമായ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിയേക്കാൾ കൂടുതൽ പ്രിവിലേജ് ഉള്ളവനായിരുന്നു. അതായിരുന്നു റോമൻ ഗവൺമെൻറ്റിൻ്റെ നിയമം. ഇനി പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും മാറ്റം വരാൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മെ
ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ദത്തെടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഇക്കാലത്ത് ദത്തെടുക്കുമ്പോൾ മാതാപിതാക്കൾ ദത്തെടുക്കുവാൻ പോകുന്ന കുട്ടികളെ കാണാൻ അവർ ശ്രമിക്കും. അതിന് പല നിയമങ്ങളൊക്കെ ഉണ്ട്. ചിലർ അത് കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ കുട്ടികളെക്കുറിച്ചുള്ള ഒരു അറിവ് സമ്പാദിച്ചതിന് ശേഷം അവരെ ദത്തെടുക്കുവാനാണ് മാതാപിതാക്കൾക്ക് സന്തോഷം, ദത്തെടുക്കുന്ന മാതാപിതാക്കൾക്ക്. എന്നാൽ ദൈവം നമ്മെ ദത്തെടുത്തപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യവുമില്ലായിരുന്നു. കാരണം ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ജീവിതത്തിൽ നടന്നുപോയ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യവും ദൈവത്തിനറിയാം. ഇവനെ ഞാൻ ദത്തെടുത്താൽ പ്രായമാകുമ്പോൾ ഇവൻ എന്നെ നോക്കുമോ, സംരക്ഷിക്കുമോ എന്ന സംശയം ഇക്കാലത്ത് ദത്തെടുക്കുന്ന മാതാപിതാക്കൾക്കുണ്ടാകാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമേ ഉദിക്കുന്നില്ല. കാരണം ദൈവത്തിനെല്ലാം അറിയാം. ഭാവിയിൽ ഇയാൾ എന്ത് ചെയ്യുമെന്നൊക്കെ ദൈവത്തിനറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ദത്തെടുക്കുന്നത്. അപ്പോൾ ദത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേർപിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമായി അക്കാലത്ത് മാറുമായിരുന്നു. എന്നാൽ സ്വന്തം മകനെ ഉപേക്ഷിക്കാനുള്ള അധികാരം ഒരു പിതാവിന് അക്കാലത്തുണ്ടായിരുന്നു താനും. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ദൈവം ചെയ്തത്. ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവം തന്നെ സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്തത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന് വളരെ പ്രസാദമുണ്ടായിരുന്ന, ഒരു കാരണവശാലും ദൈവം ഉപേക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മകനാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ പിതാവിനെ എല്ലാ കാര്യത്തിലും അനുസരിച്ചവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനോ ഉള്ള യാതൊരു കാരണവും ഇല്ലായിരുന്നു. എന്നിട്ടും ദൈവം തൻ്റെ പുത്രനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് പിതാവേ എന്നല്ല വിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിന് യാതൊരു ന്യായമായ കാരണവും ഇല്ലായിരുന്നു. അങ്ങനെ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാനായി കൈവിട്ടത് ദൈവമക്കളാകാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ചില ആളുകളെ ദത്തെടുക്കാൻ വേണ്ടിയായിരുന്നു, ദൈവ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കുവാൻ വേണ്ടിയായിരുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രിയ മകനായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുകയും മക്കളാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരെ മക്കളാക്കി തീർക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ദൈവം ദത്തെടുത്തത്. അവൻ പ്രിയനായവനിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ക്രിസ്തുവിലാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന കാര്യം 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. ക്രിസ്തുവിൽ നമുക്ക് ഇപ്പോൾ സൗജന്യമായി തൻ്റെ കൃപാമഹത്വം നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൃപ കാണിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. കൃപാമഹത്വം എന്ന് വെച്ചാൽ ഇതിലും വലിയ രീതിയിൽ കൃപ കാണിക്കുവാൻ കഴിയുകയില്ല. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് അർഹിക്കാത്ത ഫേവർ, അർഹിക്കാത്ത ഔദാര്യം നമുക്ക് തരുന്നു. അതാണ് കൃപ. അത് ഒരു ചെറിയ കൃപയല്ല, അർഹിക്കാത്ത ഒരു ചെറിയ കാര്യമല്ല, മറിച്ച് കൃപാമഹത്വം എന്ന് വെച്ചാൽ ഇതിൽ പരം കൃപ കാണിക്കാൻ പറ്റിയില്ല. അതുപോലെയാണ് ദൈവം നമ്മോട് കൃപ കാണിച്ചത്. അങ്ങനെയാണ് ദൈവം നമ്മെ ദത്തെടുത്തത്. ഈ കൃപയെക്കുറിച്ച് നമ്മൾ പറയണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ദത്തെടുക്കുകയും നമ്മെ സ്നേഹത്തിൽ മുൻനിയമിക്കുകയും ചെയ്തത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിനാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി ജീവിക്കേണ്ടതിനാണ്.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988221957. വചനദീപം